പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് വളരെ പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം, മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ലോക സമാധാന ദിനമാണ്, സെപ്റ്റംബർ 21. അതോടൊപ്പം തന്നെ ലഹരി വിമുക്ത ദിനമായിട്ടും ഇന്ന് ഇന്ത്യയിലുടനീളം ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ ജൂൺ 21 നമ്മൾ ലോക യോഗ ദിനം ആയിട്ട് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ലോക സമാധാന ദിനം എന്ന് പറയണം, ലോക യോഗ ദിനം എന്ന് പറയണം, പരസ്പരം കണക്റ്റഡ് ആണ്. കാരണം ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ശാന്തി എന്ന് പറയുന്നത് വ്യക്തിയുടെ ശാന്തിയിൽ നിന്നാണ് ഉണ്ടാവുകയുള്ളൂ. വേറെ അതിന് മറ്റു വഴികളൊന്നും തന്നെ ഇല്ല എന്ന് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് ആവർത്തിച്ച് പറയാറുണ്ട്. അപ്പോൾ യോഗയാണ് വ്യക്തിയുടെ സമാധാനത്തിനും അതിലൂടെ ലോക സമാധാനത്തിനും ഒരേ ഒരു പോംവഴി എന്നാണ്. ഇന്ന് ഹോപ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കാരണവും പ്രഭാവവും എന്നാണ്. അത് ഹോപ്പിലെ 6-ാമത്തെ അധ്യായമാണ്, ലെവൽ 1. ഒരു തരത്തിൽ നോക്കിയാൽ ഈ എല്ലാ 13 അധ്യായങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ കാരണവും പ്രഭാവവും ആയിരിക്കുമെന്ന് പറയണം. കാരണം ഹോപ്പ് 2-ാമത്തെ ലെവലിലും ഈ കാരണവും പ്രഭാവവും വീണ്ടും ആദ്യത്തെ അധ്യായമായിട്ട് വരുന്നുണ്ട്. ലെവൽ 1 നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലെവൽ 2 ആദ്യത്തെ അധ്യായം കാരണവും പ്രഭാവമാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നമുക്കറിയാം, കാരണം പ്രഭാവം എന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് എഫക്റ്റ് നമ്മൾ പറയും. കാര്യവും കാരണവും. എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. കാര്യം നമ്മൾ കാണുകയും കാരണം കാണാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുക. അപ്പോൾ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു ശാന്തി കിട്ടും. അതിനാണ് യോഗയിൽ സമാധി എന്ന് പറയുന്നത്, ഒരു സന്തുലിതാവസ്ഥ. അപ്പോൾ പ്രപഞ്ചത്തിലെ ഇന്നത്തെ എല്ലാ അസ്വസ്ഥതകൾക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വ്യക്തിയുടെ ഉള്ളിലുള്ള അസ്വസ്ഥതയാണ് അതിന് കാരണം. അപ്പോൾ വ്യക്തിയുടെ ഉള്ളിലുള്ള അസ്വസ്ഥത എന്നുള്ള കാരണം പ്രപഞ്ചത്തിൻ്റെ അസ്വസ്ഥതയുമായിട്ടുള്ള പ്രഭാവമായിട്ട് മാറുന്നു. അപ്പോൾ ഈ അധ്യായത്തിൻ്റെ എല്ലാ അധ്യായങ്ങളുടെ ആദ്യത്തെ പേജിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷിയുടെയോ അല്ലെങ്കിൽ മൃഗത്തിൻ്റെയോ, അങ്ങനെ പല ചിത്രങ്ങൾ. ഈ കാരണവും പ്രഭാവവും എന്നുള്ള അധ്യായത്തിൽ പ്രത്യേകിച്ച് പക്ഷികളുടെ മൃഗങ്ങളുടെ ഒന്നും പടം കൊടുത്തിട്ടില്ല. ഒരു ചിലന്തി വലയാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താ കാണിക്കണേ? നമ്മൾ അകപ്പെട്ടു പോകുന്ന ചിലന്തി വല, നമ്മുടെ ഉള്ളിലുള്ള സങ്കീർണതകൾ. ആ ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ചിലന്തി വലയിൽ ഒരു മനുഷ്യൻ കുടുങ്ങി കിടക്കുന്ന ഒരു പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ അധ്യായത്തിനും അതിൻ്റെ തുടക്കത്തിൽ ഒരു തലവാചകം കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ തലവാചകം എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധം എന്നാണ്. പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂത്രമാണത്, യോഗം ചിത്തവൃത്തി നിരോധം. അതാണ് ഈ അധ്യായത്തിൻ്റെയും തലവാചകമായിട്ട് ഹോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓരോ അധ്യായത്തിൻ്റെ അവസാനം ഒരു യോഗ പ്രാക്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതും ഈ അധ്യായത്തിൻ്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഈ അധ്യായത്തിലെ യോഗ എന്ന് പറയുന്നത് ധനുരാസനമാണ്. ധനുരാസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വില്ല് പോലെ പിന്നിലേക്ക് വളയുന്നതാണ്.
സാധാരണ മുഴുവൻ നമ്മൾ മുന്നോട്ടാണ് വളയുക. സാധാരണ ശീലം നമുക്കറിയില്ല. മുന്നോട്ട് ഈസി ആയിട്ട് അനായാസം നമുക്ക് വളയാൻ കഴിയും. പക്ഷെ പിന്നിലേക്ക് വളരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ചിത്തവൃത്തി നിരോധവും ഈ ധനുരാസനും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രസക്തമായിട്ടുള്ള ഒരു അധ്യായമാണ്. അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ കാണുമ്പോൾ അതിനൊരു കാരണമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ കാര്യകാരണങ്ങളുടെ ഒരു ശൃംഖലയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. ഇനി പല പല കാരണങ്ങളെയും കണ്ടുപിടിച്ച് അവസാനം നമ്മൾ പോയി കഴിഞ്ഞാൽ എവിടെ എത്തുക? എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ഈശ്വരനാണ്, അനന്തതയാണെന്ന് പറയുന്നത്. അതിൻ്റെ പ്രഭാവമാണ് ഈ ലോകം. അപ്പം എല്ലാ ആധ്യാത്മിക തത്വങ്ങളും അവസാനിക്കുന്നത് അങ്ങനെയാണ്. എല്ലാത്തിനും കാരണം ഈശ്വരൻ, അതിൻ്റെ പ്രഭാവമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെ കാരണവും പ്രഭാവവുമായിട്ട് കാണുന്നു ഈ ലോകത്തിൽ നിന്ന്. അതിൽ നമ്മൾ നമ്മളുടെ ചിത്തവൃത്തികളുടെ ചിലന്തി വലയിൽ പെടുമ്പോഴാണ് ഈ കാരണം പ്രഭാവത്തിൻ്റെ ചങ്ങലയിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. കാരണം ബാബുജി മഹാരാജ് പറയും എല്ലാത്തിനും കാരണവും പ്രഭാവം ഉണ്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ അദ്ദേഹം പറയും കാരണമില്ലാതെ തന്നെ പ്രഭാവം ഉണ്ടാവും. ചില സാഹചര്യങ്ങളിൽ പ്രഭാവമില്ലാത്ത കാരണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് സംഗതി എന്ന് നമുക്ക് അത്ഭുതം തോന്നും. ബാബുജി മഹാരാജ് പറയണത് എന്താ വെച്ചാൽ തത്വചിന്ത അല്ലെങ്കിൽ യോഗ ദർശനം, ഫിലോസഫി എന്ന് പറയുന്നത് കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഹൃദയത്തിൽ നിന്നുള്ള ഉൾപ്രേരണയുടെ അടിസ്ഥാനത്തിലാണ്, ഇൻറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഭൂതകാലത്തിൻ്റെ മുദ്രകളും ഭാവിയുടെ ഉത്കണ്ഠകളും ഇല്ലാത്ത അവസ്ഥയിൽ ഹൃദയത്തിൽ നിന്നുള്ള ഓരോ നിമിഷത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് ഹൃദയത്തിൽ നിന്നുള്ള ഉൾപ്രേരണകൾക്കനുസരിച്ചാണ് ഒരു യോഗി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കാണുന്ന പ്രത്യക്ഷമായ സത്യമാണ് യോഗദർശനം എന്നാണ് ബാബുജി മഹാരാജിൻ്റെ അഭിപ്രായം. അപ്പോൾ കാരണമില്ലാണ്ട് കാര്യമുണ്ട്, കാര്യമില്ലാണ്ട് കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ആശയക്കുഴപ്പത്തിലാവും. അപ്പോൾ ഉദാഹരണത്തിന് പറയാം, അപ്പോൾ ഞാൻ ഒരു ജോലിക്ക് അപേക്ഷിച്ചു, ജോലി കിട്ടിയില്ല. അപ്പോൾ കാരണമുണ്ട് അവിടെ, ജോലിക്ക് അപേക്ഷിച്ചു, കാര്യം നടന്നില്ല, ജോലി കിട്ടിയില്ല, അങ്ങനെ പറയാം. ഇനി കാര്യം ഉണ്ട്, പക്ഷെ കാരണമില്ലാത്ത അവസ്ഥ ഏതാ? അങ്ങനെയുണ്ട് ലോകത്തിൽ എന്നാണ്. ഒരു ആകാശത്ത് നമ്മൾ നക്ഷത്രം കാണുക. ഇന്ന് കണ്ടു ഒരു നക്ഷത്രം, നക്ഷത്രത്തിൽ ഗവേഷണമൊക്കെ നടത്തുന്ന ആൾ ഒരു ഇന്ന നക്ഷത്രം ഉണ്ട് ആകാശത്ത്. പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞാൽ നക്ഷത്രം കാണില്ല. അപ്പം എന്ത് പറ്റിയത് എന്ന് ചോദിച്ചാൽ, ഒരു നക്ഷത്രം ആകാശത്ത് നശിച്ചു പോയാലും ആ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ വർഷങ്ങളെടുക്കും. അപ്പോൾ ഒരു നക്ഷത്രം 3-4 വർഷം മുമ്പ് നശിച്ചു പോയത് 3-4 വർഷം അതിൻ്റെ പ്രഭാവം നമുക്ക് കാണാം. അപ്പോൾ കാരണം ഇല്ലാതെയായി, പക്ഷെ പ്രഭാവം കാണുന്നു. അപ്പോൾ ഈ കാര്യകാരണങ്ങൾ എന്ന് പറയുന്നത് ഒരു ചിലന്തി വല പോലെയാണ്, നമുക്ക് അതിന്ന് പുറത്തേക്ക് കടക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാബുജി മഹാരാജ് പറയും ഈശ്വരനെ നമുക്ക് അദ്ദേഹം ദ്വൈതാണ്, അല്ലെങ്കിൽ അദ്വൈതാണ്, വിശിഷ്ട അദ്വൈതാണ്, അല്ലെങ്കിൽ സാംഖ്യയോഗ എന്ന് പറയാൻ പറ്റില്ല. പലരും പറയും ഈ തത്വചിന്തയാണ് ആത്മീയതയിലേക്ക് യോജിച്ചതെന്ന് പറയും. അങ്ങനെ പറയാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ്? ഈശ്വരൻ എന്താണെന്ന് ബാബുജി മഹാരാജ് പറയും, ഈശ്വരൻ എന്താണെന്ന് വെച്ചാൽ അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേദങ്ങൾ അതിനെ നേതി 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 എന്ന് പറയുന്നത്, ഇതല്ല 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 എന്ന്. പക്ഷെ എന്താർത്ഥം? ആത്യന്തികമായ ദിവ്യാവസ്ഥയെ സൃഷ്ടിക്കപ്പെട്ട ഒന്നുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല.
അതുകൊണ്ട് ബാബുജി മഹാരാജ് പറഞ്ഞു അദ്ദേഹം എന്താണോ അതാണോ. ചില സമയത്ത് ഈശ്വരൻ പ്രത്യക്ഷമാവും, ചില സമയത്ത് പ്രത്യക്ഷമല്ലാത്ത അവസ്ഥയിലിരിക്കും. നമ്മളെങ്ങനെ കാരണം പറയാൻ പറ്റും? അപ്പം ഇവിടെ കാര്യകാരണങ്ങൾക്ക് അതീതമായ ഒരു വസ്തുതയാണ് ദിവ്യത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയും ആ ദിവ്യത്വത്തിനോട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ വ്യക്തിക്കും കാര്യകാരണത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നത്. അതാണ് യോഗയുടെ അടിസ്ഥാന ആശയം. അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മൾ കാരണത്തിലും പ്രഭാവത്തിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് ഏറ്റവും മഹത്തായ ഒരു ശാസ്ത്രീയമായിട്ട് യോഗയെ വിശദീകരിക്കുന്നതാണ് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങൾ. അതിൽ അദ്ദേഹം പറയണത് യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ, ഹിയർ ആൻഡ് നൗ എന്ന് പറയും. അതായത് വർത്തമാനകാലത്തിൽ നമ്മുടെ മനസ്സ് നിശ്ചലമാവുമ്പോൾ അതിലാണ് യാഥാർത്ഥ്യം പ്രതിഫലിക്കുന്നത്. അതാണ് ആദ്യത്തെ സൂത്രം. അഥ യോഗ അനുശാസനം എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് അദ്ദേഹം പറയും യോഗം ചിത്തവൃത്തി നിരോധം എന്നാണ്. അവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ചിന്തകൾ, ഹൃദയം, ബോധം അടങ്ങുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം ഒരുമിച്ച് ധ്യാനാത്മകമാവുന്ന സമയത്ത് ചിത്തവൃത്തി നിരോധം അല്ലെങ്കിൽ യോഗ ദർശനം സാധ്യമാവുന്നത്. അപ്പൊ ധ്യാനാത്മകമായ മനസ്സിലാണ് ഈ യാഥാർത്ഥ്യം തെളിയുന്നത്. ഇനി വൃത്തികളെ നമുക്ക് എങ്ങനെ നിരോധിക്കാൻ പറ്റും? ചിത്തത്തിന്റെ വൃത്തികൾ എന്ന് പറഞ്ഞാൽ ചിന്തകൾ. മനസ്സ് നമ്മുടെ പ്രവണതകൾക്ക് ഊർജം കൊടുക്കാതിരിക്കുമ്പോൾ ഈ സംസ്കാരങ്ങളുടെ ചക്രം തിരിയുന്നു നിൽക്കുന്നു. അപ്പോഴാണ് ചിത്തവൃത്തി നിരോധം സംഭവിക്കുന്നത്. ആ ചിത്തവൃത്തി നിരോധത്തിനെയാണ് ധ്യാനജ ചിത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യോഗദർശനം. ഇപ്പൊ പതഞ്ജലി മഹർഷി പറയുന്ന ഈ ധ്യാനജ ചിത്തം അല്ലെങ്കിൽ ധ്യാനാത്മകമായ മനസ്സ്, ദാജി എപ്പോഴും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അത് നമ്മളെ ഭൂതകാലത്തിൻ്റെയും ഭാവി കാലത്തിൻ്റെയും വിത്തുകളിൽ നിന്ന് മുക്തമാക്കിയിട്ട് നിർബീജ സമാധിയിലേക്ക് നയിക്കുന്നതാണ്. ബീജ വാക്കിലുണ്ട്, ബീജം എന്നാണ്. ബീജമില്ലാത്ത സമാധി, നിർബീജ സമാധി. ഇപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോണത്? തുടക്കം തന്നെ ചിന്തകളിൽ നിന്നാണ്. ആവർത്തിച്ചുള്ള ചിന്തകൾ പ്രവൃത്തികൾക്ക് കാരണമാകും. ആവർത്തിച്ചുള്ള പ്രവൃത്തികൾ നമ്മളിൽ ശീലങ്ങൾ ഉണ്ടാക്കണം. ആവർത്തിച്ചുള്ള ശീലങ്ങൾ നമ്മുടെ സ്വഭാവം രൂപീകരിക്കണം. സ്വഭാവമാണ് നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്. അപ്പം ഇതൊരു കാരണത്തിൽ നിന്ന് മറ്റൊരു പ്രഭാവത്തിലേക്ക്, അതിന്ന് വേറൊരു കാരണത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് ചിത്തവൃത്തികളെ നിരോധിക്കലാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ചിത്തവൃത്തി നിരോധിക്കപ്പെട്ട അവസ്ഥയെ ധ്യാനജ ചിത്തം എന്ന് പറയണം, അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് മൈൻഡ്, നിരന്തര സ്മരണ എന്നർത്ഥം. അത് നമ്മളെ നിർബീജ സമാധിയിലേക്ക് നയിക്കുന്ന. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സമാധി അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട് പതഞ്ജലി മഹർഷി. 8 തരത്തിലുള്ള സമാധികളെ കുറിച്ച് അദ്ദേഹം പറയും. അപ്പോൾ ആകെ സമാധികളെ 2ആയിട്ട് തിരിച്ചു. ഒന്ന് സബീജ സമാധി, മറ്റൊന്ന് നിർബീജ സമാധി. പേര് കേട്ടാൽ തന്നെ അറിയില്ല. ഒന്ന് ബീജമുണ്ട്, ബീജം വെച്ചാൽ വിത്ത്, മറ്റേതിൽ ബീജമില്ല എന്നുള്ള അർത്ഥം. ബീജം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്കാരങ്ങളെയാണ്. ഇനി സബീജ സമാധിയെ തന്നെ അദ്ദേഹം 6 വിധത്തിൽ പറയും. അതായത് സവിതർക്കം, നിർവിതർക്കം, സവിചാരം, നിർവിചാരം, സവികൽപ്പം, നിർവികൽപ്പം, അങ്ങനെ 6 രീതിയിലാണ് പറയണത്. അത് ഓർത്തിരിക്കാൻ എളുപ്പം എന്താ വെച്ചാൽ 3 വാക്ക് ഓർത്തിരുന്നാൽ മതി. അതായത് തർക്കം, വിചാരം, വികൽപ്പം, 3 വാക്ക് ഓർത്തിരുന്നാൽ അതെല്ലാം മനസ്സിലാവുന്നു. തർക്കത്തിൽ സവിതർക്കമുണ്ട്, നിർവിതർക്കം.
വിചാരത്തിലെ സവിചാരം നിർവിചാരം, വികല്പത്തിലെ സവികല്പം നിർവികല്പം. ഇനി ഇതെന്താ നോക്കാം. തർക്കം, സവിതർക്കം നിർവിതർക്കത്തിലാണ് ഈ കാര്യം കാരണം അല്ലെങ്കിൽ കാരണവും പ്രഭാവവും വരുന്നത്. തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തർക്കിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് സ്ഥൂലമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കാണുന്നു, അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാരണം അന്വേഷിക്കുന്നതിനെയാണ് തർക്കം എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം നമ്മൾ കാണുന്നു, കാരണം നമ്മൾ കാണുന്നില്ല, അപ്പോൾ നമ്മൾ അസ്വസ്ഥതയാവും. ഇനി നമ്മൾ യുക്തിയുക്തം ചിന്തിച്ച് അതിൻ്റെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു ആശ്വാസം, അതിനെയാണ് സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സമാധി എന്ന് പറയുന്നത്. അതാണ് സവിതർക്ക സമാധി. ഇപ്പോൾ കാരണം കണ്ടു, കാര്യം ആദ്യം കണ്ടു, കാരണം കണ്ടുപിടിച്ചു, അപ്പോൾ സമാധി, സവിതർക്ക സമാധി. ഈ നിർവിതർക്ക സമാധി എന്ന് പറഞ്ഞാൽ ഓരോന്നിനും കാര്യം കാണുന്നു, കാരണം, പിന്നെയും കാര്യം, കാരണം, അവസാന തീരുമാനത്തിലെത്തി എല്ലാത്തിനും കാരണമുണ്ട്. അപ്പം ഇനി കാരണം അന്വേഷിച്ച് പോകണ്ട. അപ്പം ഏതെങ്കിലും കാര്യം കണ്ട എന്താ അത്? അതിനൊരു കാരണം ഉണ്ടാവും. അതിനെയാണ് നിർവിതർക്ക സമാധി. അപ്പോൾ നമ്മൾ ഏത് കാര്യം അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കാരണം കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. ഇപ്പോൾ മഹാഭാരതത്തിൽ പറയും, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ഒരു വേടൻ്റെ അസ്ത്രം അദ്ദേഹത്തിൻ്റെ തള്ളവിരലിൽ കൊണ്ടിട്ട് രക്തം വാർന്നിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം ആലോചിക്കുന്നത്, നമ്മൾ മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ കൂടെ അസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന സമയത്ത് പുഷ്പങ്ങളെ പോലെയാണ് ഈ അസ്ത്രങ്ങളെ കരുതി അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു വേടൻ്റെ അസ്ത്രം കാലിൽ തറച്ചിട്ട് എങ്ങനെയാണ് അദ്ദേഹം മരിക്കുക? അതങ്ങനെ ഒരു യുക്തിയുക്തം തോന്നുന്നില്ലല്ലോ എന്ന് പറയും. അപ്പം അതിന് കാരണമോട് പറയേണ്ടത് എന്തുകൊണ്ടാണ്? ഈ വേടൻ പൂർവ്വജന്മത്തിലെ ബാലിയായിരുന്നു. ഇപ്പോൾ ശ്രീകൃഷ്ണൻ ശ്രീരാമനായിരിക്കുന്ന സമയത്ത് ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നതാണ്. അയാളുടെ അനിയനായിട്ടുള്ള സുഗ്രീവനെ സഹായിക്കാൻ വേണ്ടി ശ്രീരാമൻ ചെയ്തതാണ്. ഒളിയമ്പ് ചെയ്ത് കൊന്ന ബാലിയാണ്, കുരങ്ങനായിരുന്നു, പിന്നീട് പുനർജനിച്ച വേടനായത്. അപ്പോൾ ആ വേടൻ്റെ അസ്ത്രം കൊണ്ട് ഇദ്ദേഹം തന്നെ മരിക്കുകയാണ്. അതായത് കാര്യം കാരണം. അങ്ങനെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ പൂർവ്വജന്മത്തിലാവും കാരണം. അപ്പോൾ കാര്യവും കാരണവും തമ്മിൽ ഇത്രമാത്രം ദൂരമുള്ളപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ കാരണം എന്ന് പലപ്പോഴും. ഇപ്പം മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കഥാപാത്രങ്ങളും എന്തുകൊണ്ടാണ് ഈ കഥാപാത്രം ഇങ്ങനെ എന്ന് ചോദിച്ചാൽ അയാളുടെ പൂർവ്വജന്മം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ജന്മത്തിലാവില്ല, പൂർവ്വജന്മങ്ങളിലാവും ഇതിൻ്റെ കാരണം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും കാരണമുണ്ടെന്ന് ബോധ്യമാവുമ്പോൾ നിർവിതർക്ക സമാധി. ഈ ഓരോ സമാധികളും ഒന്ന് മറ്റതിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ സവിതർക്ക സമാധി നമ്മളെ നിർവിതർക്ക സമാധിയിലേക്ക് നയിക്കും. അടുത്തത് സവിചാരം നിർവിചാരം. അതായത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്നു, ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കണം. ചിന്തകളുടെ ബാഹുല്യം കാരണം ധ്യാനം ചെയ്യാനേ പറ്റില്ല. നമുക്കൊക്കെയുള്ള പ്രശ്നങ്ങളല്ലേ. ഇടയ്ക്ക് വെച്ച് ചിന്തകൾ അസ്തമിച്ചു പോകും. ആ സമയത്ത് നമ്മൾ സമാധിയിലേക്ക് പോകും, സർവ്വസാധാരണ. അപ്പോൾ ചിന്തകൾ ഇടയ്ക്ക് സമാധി, അപ്പോൾ വിചാരങ്ങളോടുകൂടി സമാധി, അതിനെയാണ് സവിചാര സമാധി. കുറച്ച് കഴിഞ്ഞാലോ ഈ പരിശീലനം നമ്മൾ കുറച്ച് ആഴത്തിലാക്കി കഴിഞ്ഞാൽ ചിന്തകളില്ല, ബോധം ഉണർന്നിരിക്കണം. അതിനെയാണ് നിർവിചാര സമാധി എന്ന് പറയുന്നത്. വിചാരങ്ങളില്ല, ബോധം ഉണർന്നിരിക്കുന്നു, നിർവിചാര സമാധി. പതഞ്ജലി മഹർഷി പറയുന്ന ഈ നിർവിചാര സമാധി എന്ന് പറയുന്നത് നമ്മുടെ പരിണാമത്തിൻ്റെ ബൗണ്ടറി എന്ന്, അതിൻ്റെ അപ്പുറം കടന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന്.
ഇപ്പുറം ആണെങ്കിൽ ഈ ഭൗതിക ലോകത്തിന്റെ ആഘാതങ്ങളൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ദാജി എപ്പോഴും പറയുന്നത് സമാധി ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുതെന്ന്. കാരണം പരിണാമത്തിന്റെ ബൗണ്ടറിയാണത്. ഒരു നിലയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നിർവിചാര സമാധി. പതഞ്ജലിയിലെ നിർവിചാര സമാധിയിൽ വിശാരദനാവുന്ന ആൾക്ക് അധ്യാത്മപ്രസാദം എന്നുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അധ്യാത്മപ്രസാദത്തിന്റെ ലക്ഷണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ജ്ഞാനം, ആനന്ദം, നിർഭയത്വം, സ്വാതന്ത്ര്യം, സ്നേഹം, ഇതൊക്കെയാണ് നിർവിചാര സമാധിയുടെ നമുക്ക് കിട്ടുന്ന അധ്യാത്മപ്രസാദം. അതായത് ആനന്ദം ഇങ്ങനെ കാരണമില്ലാത്ത ആനന്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിനിഞ്ഞു വരും. അത് നിർവിചാര സമാധിയുടെ ഒരു പ്രസാദമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴേക്കും അതിനെക്കുറിച്ചുള്ള പരിപൂർണമായിട്ടുള്ള ജ്ഞാനം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അതാണ് ജ്ഞാനം. ആത്മബോധം വരുന്ന സമയത്ത് ആത്മാവിനെ ഒന്നും ബാധിക്കില്ല. ഭഗവത്ഗീതയിൽ പറയണ പോലെ ഇതിനെ കത്തിക്കാൻ സാധ്യമല്ല എന്നൊക്കെ പറയണ നൈനം ചിന്തതി ശസ്ത്രാണി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ആത്മാവിനെ ഒന്നും ബാധിക്കില്ല. നിർഭയത്വം. ആ നിർഭയത്വത്തിന്റെ മറ്റൊരു പേരാണ് സ്വാതന്ത്ര്യം. എല്ലാം കണക്റ്റഡ് ആണെന്ന് അറിയുമ്പോൾ സ്നേഹം. ഇതൊക്കെയാണ് നിർവിചാര സമാധിയുടെ ലക്ഷണങ്ങളായിട്ട് പതഞ്ജലി മഹർഷി പറയുന്നത്. നിർവിചാര സമാധിയുടെ അടുത്ത സ്റ്റേജാണ് സവികൽപ്പ സമാധി, നിർവികൽപ്പ സമാധി. വികല്പം എന്ന് പറഞ്ഞാല് നമുക്കൊരു ശബ്ദം കേട്ടു. ഇപ്പൊ നമ്മുടെ ഉള്ളില് ഒരു രൂപം തെളിയും. ആ രൂപത്തോടനുബന്ധിച്ച് ഒരു വൈകാരികതയും വരും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ആന എന്നുള്ളൊരു ശബ്ദം കേട്ടു നോക്കിയാൽ ആനയുടെ രൂപം ഉള്ളിൽ വരും. അപ്പൊ ആനയെ നമുക്ക് പേടിയാണെങ്കിൽ ഭയം ഉണ്ടാവും. ഒരു ശബ്ദം കേൾക്കുമ്പോൾ രൂപം, ഭാവം ഉണ്ടാവും. അതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ സവികൽപ്പ സമാധിയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ശബ്ദം കേട്ടു, നമ്മുടെ ഉള്ളിൽ രൂപം ഉണ്ടാവും, പക്ഷെ അതിനോടനുബന്ധിച്ച ഭാവം ഉണ്ടാവില്ല. അപ്പൊ ഭാവം അല്ലെങ്കിൽ വൈകാരികതയാണ് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മുദ്രകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ മുദ്രകൾ ഉണ്ടാക്കുന്നത് അവസാനിച്ചു എന്നർത്ഥം. സവികൽപ്പ സമാധിയിൽ. ഈ നിർവികൽപ്പ സമാധിയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റേജാ. ഒരു ശബ്ദം കേട്ടു, രൂപം ഉണ്ടാവില്ല, ഭാവം ഉണ്ടാവില്ല. എന്തോ ഒരു ശബ്ദം കേട്ടു, അത്രയേ ഉള്ളൂ. അതായത് മനസ്സ് ഈ രൂപം, ഭാവം സൃഷ്ടി ചെയ്യുന്ന സംഗതി കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ദാജി ഇതിനെ ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയുന്നത്. ചോയ്സ് എടുക്കുന്ന സ്വഭാവം മനസ്സ് നിർത്തി. ചിത്തവൃത്തികൾ നിന്ന അവസ്ഥയാണ്. അതാണ് നിർവികൽപ്പ സമാധി. ഉന്നതമായ അവസ്ഥയാണത്. നിർവികൽപ്പ സമാധിയാണ് നമ്മളെ നിർബീജ സമാധിയിലേക്ക്, 8ാമത്തെ സ്റ്റേജിലേക്ക് നയിക്കുന്നതെന്ന് പതഞ്ജലി മഹർഷി പറയും. നിർബീജം എന്ന് പറയുന്നത് എന്താണ്? ഭൂതകാലത്തിൻ്റെ മുദ്രകളില്ല, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളില്ല. അത്തരം ആളുകളുടെ പ്രവൃത്തി വർത്തമാനകാലത്തിൽ ഹൃദയത്തിൽ നിന്നുള്ള ഉൾപ്രേരണകൾ ഉൾക്കൊണ്ടുമാണ്. ഇപ്പൊ ദാജിയൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നോക്കിയിട്ടുണ്ടോ? ചിന്തിക്കണോ? അദ്ദേഹം ഭൂതകാലത്ത് നിന്ന് എന്തെങ്കിലും ആലോചിച്ച് പറയുന്നോ? ഒന്നുമല്ല. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ആ നിമിഷത്തിൽ തന്നെ. അത് ഈ അവസ്ഥയാണത്. അദ്ദേഹത്തിന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭൂതകാലത്ത് നിന്നല്ല അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെയാണ് യോഗികളുടെ രീതി. അപ്പൊ ഈ നിർബീജ സമാധി എന്ന് പറയുന്നത് പ്രപഞ്ചബോധം നമ്മളിൽ ഉണ്ടാക്കുന്നതാണ്. പ്രപഞ്ചബോധവുമായിട്ട് അപ്പോഴാണ് നമുക്ക് കണക്ഷൻ വരുന്നതെന്നാണ് നിർബീജ സമാധിയിൽ. അങ്ങനെ പ്രപഞ്ചബോധം ഉള്ളിൽ ഉറച്ച ഒരു യോഗി അനുനിമിഷം ഹൃദയത്തിൽ നിന്നുള്ള ഉൾപ്രേരണകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ബാബുജി മഹാരാജ് തത്വചിന്ത എന്ന് പറയുന്നത്
കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ഹൃദയത്തിൽ നിന്നുള്ള ഉൾപ്രേരണ എന്ന് പറയുന്നത്, പ്രത്യക്ഷമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സേവനമായിട്ടാണ് വരുന്നത്. കാരണം മുദ്രകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം ചെയ്തു, അതിൻ്റെ മുദ്ര നമ്മുടെ ഉള്ളിൽ പതിയണമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ മുദ്രകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാർത്ഥതയാണ് മുദ്രകൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ മുദ്രകൾ ഉറപ്പാണ്. നമ്മളുടെ പ്രവൃത്തികളുടെ ഫലം മറ്റുള്ളവർക്കാണ് എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് സത്കർമ്മമാണ്. നമുക്കാണ് ഫലമെങ്കിൽ ദുഷ്കർമ്മത്തിൻ്റെ രൂപത്തിലെപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഭൂതകാലത്തിൻ്റെ മുദ്രകളും ഭാവിയുടെ ഉത്കണ്ഠകളും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് സേവനത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സത്കർമ്മം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സത്തിലേക്ക് നയിക്കുന്ന കർമ്മം. സത്ത് എന്ന് പറയുന്നത് എന്താണ്? ആത്മാവ്, ഈശ്വരൻ. സത്തിലേക്ക് നയിക്കുന്ന കർമ്മം എന്താണ്? ധ്യാനമാണ്. ഒരേ ഒരു കർമ്മം നമ്മളെ നമ്മുടെ സത്തിലേക്ക് നയിക്കുന്നത് ധ്യാനമാണ്. അപ്പോൾ ധ്യാനമാണ് ഒരേ ഒരു സത്കർമ്മം. അപ്പോൾ അതുകൊണ്ടാണ് ധ്യാനാത്മകമായിട്ടായിരിക്കണം നമ്മളുടെ പ്രവൃത്തി എന്ന് പറയാൻ കാരണം. അപ്പോൾ ധ്യാനാത്മകമായ അവസ്ഥയിൽ അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ നിരന്തര സ്മരണയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മുദ്രയുണ്ടാക്കില്ല എന്ന് ഹാർട്ട്ഫുൾനെസ് പറയുന്നു. അതിന് കാരണം എന്താ? ആ സമയത്ത് ഹൃദയത്തിൽ നിന്നുള്ള ഉൾപ്രേരണ അനുസരിച്ച് ചെയ്യണത് നമ്മൾ ഉദ്ദേശിക്കുന്ന സേവനമാണെന്നത്. അപ്പോൾ നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഒരു ഫലം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളെ കർമ്മഫലങ്ങളിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാരണം പ്രഭാവത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ധ്യാനത്തിന് നിർവചനങ്ങൾ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ പറയുന്നത്. ധ്യാനത്തിന് ഭഗവത്ഗീത പറയുന്ന നിർവചനം ധ്യാനം കർമ്മഫലത്യാഗം. കർമ്മഫലങ്ങളെ ത്യജിക്കുന്ന പ്രക്രിയയാണ് ധ്യാനം എന്ന് പറയുന്നത്. കർമ്മഫലങ്ങളെ ത്യജിക്കുക എന്ന് പറയുന്നത് എന്താണ്? കർമ്മഫലങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗമാക്കുക. അതുകൊണ്ടാണ് അടുത്ത സ്റ്റേജിൽ പറയുന്നത് യോഗം കർമ്മസു കൗശലം എന്ന്. അപ്പോഴാണ് കർമ്മ കൗശലം ഉണ്ടാവുക. അതായത് കർമ്മം ശരിയായ രീതിയിൽ കൗശലത്തോടെ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എഫിഷ്യൻസിയോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ ധ്യാനാത്മകമായ മനസ്സിനായിരിക്കണം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് യോഗം കർമ്മസു കൗശലം എന്ന് പറയുന്നത്. അതുപോലെ കർമ്മണ്യേവാധികാരസ്ഥേ ശ്ലോകങ്ങളിലെ നമ്മളെ കർമ്മം ചെയ്യാനുള്ള പ്രേരണ എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഫലമാവരുതെന്ന്. അങ്ങനെയാകുമ്പോൾ ദുഷ്കർമ്മം എന്നാണ്. അപ്പോൾ ഇതെല്ലാം ഉന്നതമായ ആധ്യാത്മിക നിലകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഈ രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ പതഞ്ജലി മഹർഷി യമനിയമങ്ങൾ മുഴുവൻ പറയുന്നത്. ഇപ്പോൾ അഷ്ടാംഗ യോഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 5 സ്റ്റെപ്പ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ഇതിനെല്ലാം ചേർത്ത് യമം എന്നാ പറയുക. ഇത് മുഴുവൻ തയ്യാറെടുപ്പാണ്. എന്തിന്? ധാരണ, ധ്യാനം, സമാധി എന്നുള്ള പ്രാക്ടീസിൻ്റെ ഫലം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സ്വഭാവത്തിനെ നമ്മൾ ബോധപൂർവം പരിഷ്കരിക്കേണ്ടതുണ്ട്. അതിനാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത്. സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനോഭാവം, നമ്മുടെ പെരുമാറ്റ രീതി, ലക്ഷ്യബോധം. അപ്പോഴാണ് യഥാർത്ഥ ഭക്തി വളരുന്നതെന്ന് പതഞ്ജലി മഹർഷി. ആ സ്റ്റേജിലാണ് നമ്മൾ ഭക്തി. ഇപ്പോൾ എനിക്ക് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ആ അവസ്ഥയാണ് ഈശ്വരപ്രണീത എന്ന് പറയും. ഈശ്വരപ്രണീത എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, പ്രണീത, 2 വാക്കാണ്. അവിടെ പതഞ്ജലി മഹർഷി ഈശ്വരൻ എന്നുള്ളതിന് നിർവചനം പറയുന്നുണ്ട്. ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം, ഇതിൻ്റെ ബാധയില്ലാത്ത പുരുഷവിശേഷം എന്നാണ് ഈശ്വരൻ എന്നുള്ളതിന് നിർവചനം. അതായത് ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം, ഇതിൻ്റെ ബാധയില്ലാത്ത ഒരു പുരുഷൻ എന്നാണ്. ക്ലേശം എന്ന് പറഞ്ഞാൽ അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം.
5 അപ്പോൾ എന്തൊക്കെയാണ് ക്ലേശങ്ങൾ നോക്കാം. തുടങ്ങണതിന് അവിദ്യയിൽ നിന്നാണ് ക്ലേശങ്ങൾ തുടങ്ങുന്നത്. അവിദ്യ എന്ന് പറയുന്നത് എന്താ? അജ്ഞത. നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് അറിയാത്ത അവസ്ഥ, അതിനെയാണ് അജ്ഞത എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് എല്ലാം തുടങ്ങുക. അപ്പം അവിദ്യയുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അസ്മിതയാണ്. അസ്മിത എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ഭാവം, ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാകുന്നത് അജ്ഞതയിൽ നിന്നാണ്. നമുക്ക് ഞാൻ എന്നുള്ള ഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ട അവബോധം എന്താണ്? ഇത് അജ്ഞതയാണെന്നാണ്. കാരണം എന്താണ്? എന്നെ ഞാൻ എന്ന് പറയിപ്പിക്കുന്നത് എൻ്റെ ആത്മാവാണ്. ഡെഡ് ബോഡി ഞാൻ എന്ന് പറയില്ലല്ലോ. അപ്പോൾ ആത്മാവിന് ഞാൻ എന്നുള്ള ഭാവമേ ഇല്ല. അത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സത്തയാണ്, സർവവ്യാപിയാണ്. അപ്പം അതിന് ഞാൻ നീ എന്ന് പറയാൻ സാധ്യമല്ല. അപ്പം ഞാൻ എന്ന് പറയുന്ന ഈ അവസ്ഥാവിശേഷത്തിന് ഞാൻ എന്നുള്ള ഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്നത് അജ്ഞതയാണ്. അപ്പം അവിദ്യയിൽ നിന്നാണ് അജ്ഞത ഉണ്ടാവുന്നത്. അജ്ഞതയിൽ നിന്ന് എന്തുണ്ടാവും? അപ്പം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റേത് എന്നാണ് അടുത്തത്. അതാണ് രാഗദ്വേഷങ്ങളോ. അതായത് ഞാൻ എന്നുള്ള ഇല്ലാത്തൊരു സംഗതി നമ്മൾ പറയുമ്പോൾ എൻ്റേത് എന്നുള്ളത് അതിനോട് കൂട്ടിച്ചേർത്താലേ അതിനൊരു നിലനിൽപ്പുള്ളൂ. അപ്പം എനിക്കിഷ്ടമുള്ളത് എനിക്കിഷ്ടമില്ലാത്തത്, അതാണ് അജ്ഞതയുടെ അടുത്ത പടി. അതിനെയാണ് രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്നത്. ഒന്നിനോട് അടുപ്പം, വേറൊന്നിനോട് ദേഷ്യം, ആഗ്രഹം, അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ ദേഷ്യം. ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, രാഗദ്വേഷങ്ങൾ പുറപ്പെടുന്നത് ഈ അഹം എന്നുള്ള ഭാവത്തിൽ നിന്ന്. അപ്പോഴാണ് അടുത്ത സ്റ്റേജ് അഭിനിവേശം. അഭിനിവേശം എന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ ശരീരത്തിനോട് ഒട്ടി നിൽക്കണം. ശരീരത്തിനോട് ഒട്ടി നിൽക്കുമ്പോൾ ശരീരത്തിൽ നിന്ന് വിടാൻ ഭയം, മരണഭയം. അഭിനിവേശം എന്ന് പറഞ്ഞാൽ മരണഭയമാണ്. ശരീരത്തിനോട് എപ്പോഴും ഒട്ടി നിൽക്കാനുള്ള ആഗ്രഹം, അതാണ് മരണഭയമായിട്ട് വരുന്നത്. അതിന് കാരണം എന്താ? രാഗദ്വേഷങ്ങളാണ്. രാഗദ്വേഷങ്ങൾക്ക് കാരണം എന്താണ്? അഹം എന്നുള്ള ഭാവം. അഹത്തിന് കാരണം അവിദ്യ. അപ്പോൾ ഇതൊക്കെ കാരണം പ്രഭാവങ്ങളായിട്ട് മാറും. അപ്പോൾ ഇതിനെയാണ് ക്ലേശങ്ങൾ എന്ന് പറയുന്നത്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഇത് ക്ലേശമാണ്. നമുക്കറിയാം ഇത് ക്ലേശമാണെന്ന്. പിന്നെ കർമ്മം, വിഭാഗം, ആശയം. കർമ്മവിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മ സംസ്കാരം എന്ന് പറയും, മുദ്രകൾ. കർമ്മ വിഭാഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിൻ്റെ ഫലം. അപ്പോൾ കർമ്മത്തിൻ്റെ സംസ്കാരവും കർമ്മത്തിൻ്റെ ഫലവും, അതായത് മുദ്രകളും മുദ്രകളുടെ ഭോഗവും. ഇതൊന്നുമില്ലാത്ത പുരുഷവിശേഷത്തിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരന് നിർവചനം പറയാണ് ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇവയില്ലാത്ത പുരുഷവിശേഷമാണ് ഈശ്വരൻ. ഇതൊരു ആത്മീയ നിലയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആത്യന്തികമായ ഈശ്വരനല്ല പറയുന്നവിടെ. ഇതൊരു ആത്മീയ നിലയാണ്, ഒരു മനുഷ്യന് നേടിയെടുക്കാവുന്ന അവസ്ഥയാണ്. ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഈശ്വരൻ എന്ന് പറയുന്നത് മാസ്റ്ററാണ്, ഗുരുവാണ്. അതുകൊണ്ടാണ് ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ അത് മനുഷ്യന് ചെന്നെത്താവുന്ന ഒരു അവസ്ഥയാണ്, ഒരു ആത്മീയ നിലയാണത്. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ശിഷ്യന്മാരെ സൃഷ്ടിക്കുന്നില്ല, മാസ്റ്റേഴ്സിനെ സൃഷ്ടിക്കണമെന്ന് പറയാൻ കാരണം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലേശം, കർമ്മം, വിഭാഗം, ആശയം ഇതിൻ്റെ ബാധയില്ലാത്ത പുരുഷനാണ്. ഇത് ഏതൊരു മനുഷ്യനും നേടിയെടുക്കാവുന്ന അവസ്ഥയാണ്. പ്രണിധാൻ എന്ന് പറഞ്ഞാലോ, നിധാനം എന്ന് പറഞ്ഞാൽ ആശ്രയം എന്നർത്ഥം, അല്ലെങ്കിൽ സമർപ്പണം എന്നാണ്. പ്ര എന്നുള്ള വാക്ക് അതിൻ്റെ കൂടെ ചേർത്താൽ തീവ്രത എന്നത്, തീവ്രമായ ആശ്രിതത്വം, സമർപ്പണം. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഈശ്വരനെ അല്ലെങ്കിൽ പുരുഷനെ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നതിനെയാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. അതായത് ഗുരുവിനോട് പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിനെയാണ് ഹാർട്ട്ഫുൾനെസ്സിലെ ഈശ്വര പ്രണിധാനം എന്ന് പറയും.
അപ്പം അങ്ങനെ ഈശ്വര പ്രണിധാനം ഈ അവസ്ഥയിൽ കൂടെ കടന്ന് ഈശ്വര പ്രണിധാനത്തിലെത്തുന്ന സമയത്ത് നമ്മൾ കാരണത്തിനും പ്രഭാവത്തിനും അതീതമാകുന്നു. പിന്നെ കാരണവുമില്ല, പ്രഭാവവുമില്ല. അതായത് ഭൂതകാലത്തിൻ്റെ മുദ്രകളോ ഭാവിയുടെ ഉത്കണ്ഠകളോ അല്ല പിന്നീട് നമ്മുടെ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്താണ്? ഹൃദയത്തിൽ നിന്ന് ഓരോ നിമിഷം വരുന്ന ഉൾപ്രേരണകളാണ്. ഇതാണ് ഹാർട്ട്ഫുൾനെസ് വിഭാവനം ചെയ്യുന്ന മഹത്തായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഈശ്വര പ്രണിധാനത്തിലൂടെ എല്ലാവിധത്തിലുള്ള കാരണപ്രഭാവങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇതൊക്കെ കേട്ട വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശാസ്ത്രം. ഹാർട്ട്ഫുൾനെസ്സിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നാണ് തുടക്കം. ഇഷ്ടാനിഷ്ടങ്ങൾ എന്ത് ചെയ്യും? സി എന്നുള്ള പോയിന്റിനെ അസ്വസ്ഥമാക്കും, അല്ലേ? പിന്നെ ആ ഇഷ്ടാനിഷ്ടങ്ങൾ വ്യക്തികളോട്, വസ്തുക്കളോട്, അങ്ങനെ ABC എല്ലാം, അങ്ങനെയാണ് സംസ്കാരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താ പരിഹാരം? സി എന്നുള്ള പോയിന്റിനെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനാണ് നിരന്തര സ്മരണ. ആ നിരന്തര സ്മരണയാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത്. അപ്പോൾ നിരന്തര സ്മരണയാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാന ആശയം. ആ നിരന്തര സ്മരണ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നയിക്കുന്നതാണ് സംപ്രേഷണത്തോടു കൂടിയുള്ള ധ്യാനം, ശുദ്ധീകരണവും, പ്രാർത്ഥനയും, പിന്നെ ഈ പരിശീലനങ്ങളെല്ലാം. ഹാർട്ട്ഫുൾനെസ് എത്ര സിമ്പിളാന്ന് നോക്കൂ. നിരന്തര സ്മരണയാണ് എല്ലാത്തിനും പരിഹാരം. കാരണവുമില്ല, പ്രഭാവവുമില്ല അവിടെ. താങ്ക് യു. നമസ്കാരം.